രാവിലെ എണീച്ച് ഡോർ തുറന്ന് ഇന്നലത്തെ വേദനയും സഹിച്ച് ഞാനിത് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഇരിക്കുകയാണ്. ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്, അതിൽ 6 ദിവസം പണിക്ക് പോകണം, ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ ഇനി അത് പറ്റില്ല. ഞാനിപ്പോൾ വണ്ടി എടുത്ത് പോകാൻ പോകുന്നത് എനിക്കൊരു പുതിയൊരു വീട് കണ്ടുപിടിക്കണം. സോ ഈ ഒരു ഷോപ്പിന്റെ അടുത്താണ് ഒരുവിധം ആൾക്കാരൊക്കെ കൂടിച്ചേരാറ്. സോ ഇവിടുന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ബട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആദ്യം ഒരു ജ്യൂസ് വാങ്ങി, പിന്നെ ഒരു കേക്ക് വാങ്ങി, പിന്നെ തേമുട്ടായി വാങ്ങി, പിന്നെ അവിടെ എല്ലാ മുട്ടായും വാങ്ങി. അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ അങ്ങോട്ടൊരു വീടുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ നേരെ വണ്ടി എടുത്ത് പോകുമ്പോൾ മുന്നിൽ ഒരുപാട് നായ്ക്കുട്ടി. ഇവന്മാരെന്നെ കടിക്കുമെന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് വണ്ടി നിർത്തി. ബട്ട് എന്നെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ മുന്നോട്ടേക്ക് പോവാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ്. നമ്മുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം നമുക്ക് ഇവിടെ നടി കിട്ടാൻ പോയതായിരുന്നു. സംഭവം കൈതച്ചക്ക തോട്ടത്തിൽ പെർമിഷൻ ഇല്ലാണ്ട് കയറിയതുകൊണ്ട് അയാളെ വീട് ഞാൻ വാടകയ്ക്കെന്ന് തോന്നിയപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ നേരെ വരുന്ന സമയത്താണ് ഹരിതകർമ്മ ചേച്ചിനെ കണ്ടത്. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ ബാച്ചിലറിന് വീടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വീട് വാങ്ങിയതിന് ശേഷം ഒരു മാസം അവർ സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ വണ്ടി എടുത്ത് തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടുന്നെങ്കിൽ ആരെങ്കിലും കണ്ട് ഒരു വീട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.